പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. തിന്മയുടെ ശക്തിയെ നശിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41 യേശു പറയുന്നുണ്ട്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ച ഉണ്ടായിരിക്കണം. അതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ ചിന്തകൾ നാം ഒഴിച്ച് നിർത്തണം. നമ്മുടെ ചിന്തകൾ മുഴുവനും ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചുള്ളതാണ്. ഭൗതിക മേഖലയിൽ ഉയർച്ചയും വളർച്ചയും നമുക്കുണ്ടാകണം. അതിനുള്ള പരിശ്രമമാണ് നിരന്തരം നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആവശ്യവുമാണ്. എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടുകൊണ്ടുള്ള നമ്മുടെ ഈ ഓട്ടം നാശത്തിലേക്ക് നയിക്കും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മാവാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന്. അപ്പോൾ ഓടിയതും നേടിയതും വാരിക്കൂട്ടിയതും എല്ലാം നമ്മുടെ ആത്മാവ് നശിച്ചു പോകുന്ന അവസ്ഥയിലാണെങ്കിൽ ആ നേട്ടം നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, നിത്യജീവൻ, അതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം അനുദിനം ജീവിക്കേണ്ടത്. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ അതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകം ഉത്കണ്ഠകളും ആകുലതകളും അസ്വസ്ഥതകളുമൊക്കെയാണ്. ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ തരുന്നത് പിശാചാണ്. സാത്താൻ്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആ ശ്രദ്ധാലുവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും വേദനകളും പ്രയാസങ്ങളും എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം ഹൃദയത്തിൽ ഭാരം കുറഞ്ഞവരായും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവരായും മാറും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. അപ്പോൾ ദൈവത്തിലും ദൈവവചനത്തിലും നാം ആഴപ്പെട്ട് വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ ആകുലതകളും ദൈവകരങ്ങളിലേക്ക് കൊടുക്കുവാനും അവിടെ നിന്ന് നമുക്ക് ആശ്വാസം കണ്ടെത്താനും കഴിയുകയുള്ളൂ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതം ധന്യമാകുന്നതും നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനും നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.